കണ്ട നീ ഉടനെ പോയി അയാളെ തല്ലുവോ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഒരുമാതിരി ഒരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ആളുകൾ ചെയ്യും പോലെ ആയല്ലോ ഇത്. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയാ അത് എന്നോടല്ലേ ചോദിക്കേണ്ടത്? അതിനു പകരം അയാളെ പോയി തല്ലുവോ? ഇനി ഞാൻ അവന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അതെ, അതിനു മുമ്പ് ദേവിക ഇവന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ഈ ഒരു അസ്വസ്ഥതയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയൂ? തന്നോട് അവനത് ചോദിക്കായിരുന്നത് തന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ. ചോദിച്ചാ തനിക്ക് വിഷമായാലൊന്ന് കരുതിയിട്ട്. അവനെ പിടിച്ചു നിർത്തി ചോദിച്ച കാര്യം അറിയാമെന്ന് ഞാനാ പറഞ്ഞത്. തല്ലണമെന്ന് കരുതിയൊന്നുമല്ല, അതവൻ ഇറന്നു മേടിച്ച. എന്ത് മര്യാദ ബാസ്നി പറയുന്നേ? എന്നോട് സംസാരിക്കുന്നവരെയൊക്കെ പോയി ചോദ്യം ചെയ്താ ആളുകൾ എന്താ വിചാരിക്കുക? ഫിറോസിന് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാന്നല്ലേ? ഞങ്ങളുടെ ബന്ധത്തിന് പിന്നെ എന്താ ഒരു വില? മതി, നിങ്ങൾ തമ്മിൽ വെറുതെ ഒരു പരിചയത്തിന്റെ പേരിൽ സംസാരിച്ചു നിന്നാണ് ഈ പറയുന്നേ? അത് നിങ്ങളുടെ കൂടിക്കാഴ്ചകളിൽ ഒരു രഹസ്യമില്ലെന്നാണോ ഈ പറയുന്നത്? എന്തു ഇവനോട് പറയാറുള്ള ദേവു അവന്റെ കാര്യം മാത്രം ഇവനോട് മറച്ചു വെച്ചില്ലേ? എന്തിനായിരുന്നു അത്? അത് ചോദിച്ച് പ്രശ്നമാക്കണ്ടെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു, അത്രേ ഉള്ളൂ. അതിന് യവനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല. ഞങ്ങൾ ഇതുവരെ ഒന്നും വിചാരിച്ചിട്ടില്ല ദേവു. അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് എടുത്ത്. ഫിറോസ് പ്ലീസ്, ഇനി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലേ. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യമായ ബന്ധമുണ്ടെന്നുള്ളത് സത്യമാണ്. അത് കൂട്ടായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന്റെ പേരിലാണ്. ഇന്ന് നിങ്ങൾ കണ്ട ആള് ആനപ്പറമ്പിൽ സാമുവൽ എന്ന ആളുടെ മകൻ അലക്സ് അല്ല. അല്ലേ? അങ്ങനെ ഒരാളുണ്ട്. ഫുൾ ടൈം മദ്യവും മയക്കുമരുന്നും ഒക്കെയായി ജീവിതം എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കോടീശ്വരൻ. ആ ഐഡന്റിറ്റി കടമെടുത്ത് ഞാൻ ഇറക്കിയ ആളാ ഇയാള് അലക്സ്. നീ കൊണ്ടുവന്ന ആളോ? എവിടുന്ന്? ബോംബെയിൽ നിന്ന്. മരിച്ചുപോയ ഒരു കൈലാസ്നാഥ് സേട്ടിനെ ഓർമ്മയുണ്ടോ? കോശിയുടെ ബിസിനസ് പാർട്ട്ണർ. അയാളുടെ? അതെ, സേട്ടിന്റെ ഒരേ ഒരു മകനാണ് ഇയാൾ. എടോ, താൻ എന്തൊക്കെയായി പറയുന്നത്? ഇതെന്താ ആക്ഷൻ ത്രില്ലർ സിനിമാ കഥയാണോ? ത്രില്ലർ സിനിമകളുടെ എല്ലാം ത്രെഡുകൾ ജീവിതത്തിൽ നിന്നും പോയതല്ലേ ബാസ്റ്റൻ? നിങ്ങൾക്കറിയാലോ, ഞാൻ കാരണം, എന്റെ നോട്ടപ്പിഴ കാരണം നമ്മുടെ ഹോസ്പിറ്റലിന് 20 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി. നമ്മളത് ചർച്ച ചെയ്തതാണ്. അത്രയും വലിയൊരു ചതി ചെയ്തിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. തിരിച്ചടിച്ചില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകും. ഞാൻ അങ്ങനൊരു പെണ്ണായി പോയി. അതിന്റെ ഒരു അസ്വസ്ഥതയിൽ കഴിയുമ്പോഴാ സേട്ടിന്റെ മകൻ എവിടുന്നോ എന്റെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കുന്നത്. പറയുമ്പോ അവനും കോശിയുടെ ചതിക്ക് ഇരയായതാ. സേട്ട് മരിക്കുമ്പോ അയാളുടെ 15 കോടിയോളം രൂപ കോശിയുടെ കയ്യിലുണ്ടായിരുന്നു. അയാളുടെ മരണശേഷം കോശി ഒരു ചില്ലി പൈസ പോലും തിരിച്ചു കൊടുത്തില്ല അവന്. സേട്ടിന്റെ മകന് ആ പണം വേണം. അച്ഛനെ ഇല്ലാതാക്കിയതിന് പകരം ചോദിക്കണം. എനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കോശി അടിച്ചു മാറ്റിയ പണം തിരിച്ചു പിടിക്കണം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അലയൻസ് ഉണ്ടായി. നമ്മുടെ 20 സേട്ടിനെ പറ്റിച്ച് കൈക്കലാക്കിയ 15 ചേർത്ത് 35 കോടിയോളം രൂപ കോശിയുടെ കയ്യിലുണ്ട്. അത് ക്യാഷായി തന്നെ അയാൾ എവിടെയോ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് ബാങ്കിലിടാൻ പറ്റില്ലല്ലോ, ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമില്ല. അത് കണ്ടുപിടിക്കാമെന്ന് അലക്സ് ഏറ്റു. അവനെ ലാൻഡ് ചെയ്യാൻ ഞാനൊരു വഴിയൊരുക്കി. ബെല്ല. അപ്പോ അവനും ബെല്ലയായിട്ടുള്ള ബന്ധം? അത് ഈ പണം കണ്ടെത്തുന്നത് വരെ നിലനിൽക്കും. അവളുമായിട്ട് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഇനി കാര്യങ്ങൾ വേഗത്തിൽ നീക്കും. ഇന്ന് നിങ്ങളോടെല്ലാം തുറന്നു പറയാനിരിക്കുമ്പോഴാ എന്ന് പറഞ്ഞ ക്ഷമയ്ക്കൊരു അതിരില്ലേ? എന്തിനാ ആരോടും പറയാതെ തനിച്ച് ഓപ്പറേറ്റ് ചെയ്ത്? ഈ വിവരം ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഫിറോസിന് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ തോന്നി. അങ്ങനെ സംസാരിച്ചില്ലേ? ശരിയാ.
പണത്തിനോടുള്ള എന്റെ ആർത്തി കൊണ്ടല്ല ഫിറോസ്. ഉണ്ടെങ്കിൽ നമുക്കത് സന്തോഷത്തോടെ ആർക്കെങ്കിലും കൊടുക്കാം. പക്ഷെ നമ്മളെ കബളിപ്പിച്ച് നേടരുത്. എനിക്കത് പൊറുക്കാൻ പറ്റില്ല. ഓ, അപ്പൊ എല്ലാം ക്ലിയർ ആയല്ലോ. എന്നിട്ട് ആ പണം എവിടെ ഇരിക്കുന്നെന്ന് കണ്ടുപിടിച്ചോ? ആ സ്റ്റേജിലേക്ക് എത്തുന്നേ ഉള്ളൂ. അവരുടെ ബന്ധം കല്യാണത്തിലേക്ക് എത്തിപ്പെടും മുമ്പ് അവനത് കണ്ടുപിടിക്കും. സ്പോട്ട് പറഞ്ഞു തന്നാ മതി. പൊളിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഇല്ലടാ, നിനക്കെന്താ ഇപ്പോഴും ഒരു തെളിച്ചില്ലല്ലോ? എടാ, കാര്യങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഏ എന്താ? ഞാനത് പറയാതിരുന്നതുകൊണ്ടാണോ? ഫിറോസ് വേണ്ടെന്ന് പറഞ്ഞാലോ എന്ന് കരുതിയോ? സോറി. എല്ലാം ഇപ്പൊ ക്ലിയർ ആയില്ലടാ. അവള് നിന്നോട് സോറി പറഞ്ഞില്ലേ? പിന്നെന്തുവാ? ശരിക്കും നമ്മളല്ലേ സോറി പറയണ്ട? എന്നാ പിന്നെ പോയി പറ. ചെല്ല്. നീ പോയി പറ. ഓടാ.